ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാൻ അനുവദിച്ചില്ല എങ്കിൽ അധിക തീരുവ ചുമത്തുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയിൽ തിരിച്ചടി നൽകാൻ യൂറോപ്യൻ രാജ്യങ്ങൾ വ്യാഴാഴ്ച ബ്രസൽസിൽ ചേരുന്ന യൂറോപ്യൻ യൂണിയൻ അടിയന്തര യോഗത്തിൽ തുടർ നടപടികൾ ചർച്ച ചെയ്യും. $107 ബില്യൺ വില വരുന്ന US ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് തീരുവ പുനഃസ്ഥാപിക്കാനാണ് ആലോചന. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധിക തീരുവ ഭീഷണിയിൽ തിരിച്ചടി നൽകാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നിക്കുന്നതായി റിപ്പോർട്ട്. വ്യാഴാഴ്ച ബ്രസൽസിൽ ചേരുന്ന യൂറോപ്യൻ യൂണിയൻ അടിയന്തര യോഗത്തിൽ തുടർ നടപടികൾ ചർച്ച ചെയ്യും. $107 ബില്യൺ വില വരുന്ന US ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് തീരുവ പുനഃസ്ഥാപിക്കാനാണ് ആലോചന. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക വ്യാപാര ഇടപാടുകളിൽ നിന്നും അമേരിക്കൻ കമ്പനികളെ ഒഴിവാക്കുന്നതിനുള്ള സാധ്യതയും ആലോചിക്കുന്നുണ്ട്. രാജ്യാന്തര തലത്തിൽ പ്രമുഖ സാമ്പത്തിക ശക്തികളായ യൂറോപ്യൻ രാജ്യങ്ങളും USഉം തമ്മിലുള്ള തർക്കം വ്യാപാര യുദ്ധം രൂക്ഷമാക്കുമെന്നാണ് വിലയിരുത്തൽ. രാജ്യാന്തര തലത്തിൽ ഓഹരി വിപണിയെയും ഇത് ബാധിക്കും. ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറം യോഗത്തിൽ ലോക നേതാക്കൾ തമ്മിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ സ്വർണവും വെള്ളിയും പിടിവിട്ട് കുതിക്കുകയാണ്. രാജ്യാന്തര വിപണിയിൽ സ്വർണം ഔൺസിന് $4,690 നിലവിൽ 1.5% നേട്ടത്തിൽ $4,663 എന്ന നിലയിലാണ് സ്വർണം. വെള്ളിവില ഔൺസിന് $94 വരെ എത്തിയ ശേഷം പിന്നീട് വില കുറയുകയായിരുന്നു. USഉം യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം ലോക വ്യാപാരത്തിന് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിൽ ക്രൂഡ് ഓയിൽ വിലയും ഇടിഞ്ഞു. എന്നാൽ പിന്നീട് ക്രൂഡ് ഓയിലിന്റെ വില തിരിച്ചു കയറുന്ന സാഹചര്യവുമുണ്ടായി. പുതിയ സംഭവ വികാസങ്ങൾ അമേരിക്കൻ ഡോളറിന്റെ വിനിമയ നിരക്കിൽ കുറവുണ്ടാക്കി. ഡോളർ സൂചിക 0.19% നഷ്ടത്തിൽ 99.18 ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്.